90+ My Tuition App 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. Welcome to yet another beautiful episode of Star Magic, co-powered by Eastern, Yamaha, Ulsav, Bonanza and Oreo. ശരി, അപ്പോ IPL ഒക്കെ നടക്കുന്ന കാലാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിനി നമ്മുടെ സ്റ്റാർ മാജിക് ഫ്ലോർ വിട്ടിട്ട് നമ്മളൊരു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ പോയിരിക്കാണ്. കളിയാണ് അല്ലേ? അപ്പോ ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞു ഇവിടെ പല ഫേമസ് ആയിട്ടുള്ള കളിക്കാരൊക്കെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അവരുടെ അടുത്ത് ഒരു സെൽഫി എന്ന് ചോദിക്കുക, അങ്ങനെയൊന്നും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഓട്ടോഗ്രാഫ് ചോദിക്കാൻ നമ്മുടെ മനസ്സ്, നമ്മൾ സ്റ്റാർ മാജിക് ആർട്ടിസ്റ്റുകളാണല്ലോ. അപ്പം എല്ലാവർക്കും ക്രിക്കറ്റ് ഒക്കെ ഇഷ്ടമാണല്ലോ അല്ലേ? അനുവിന് ഇഷ്ടമാണോ? അനു ഏത് ടീമിന്റെ ഫാനാ? ഇന്ത്യയാണ്. ശരി, ഓക്കെ ഫൈൻ. ഓക്കെ, ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടമാണെന്നാണ് അനു പറഞ്ഞത്. ഓക്കെ, ഒരു ടീമിൽ എത്ര പേരുണ്ടായിരിക്കും? മൊത്തം കളിക്കാൻ 11 പേര് കാണും. അങ്ങനെ 22 പേരല്ല മറ്റേ ടീമിനെ ഇന്റർനാഷണൽ ലെവലിൽ നമ്മൾ പോയിരിക്കാന്ന് പറയുമ്പോ അതിന്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ആരൊക്കെയായിരിക്കും, ഏത് ടീം തമ്മിലാണ് കളി എന്നൊക്കെ നമുക്ക് വഴി അറിയാം. ഏതായാലും വല്ല കപ്പലണ്ടിക്കാരനൊക്കെ പോവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കുറച്ച് കളിയാണ് അല്ലെ. എത്രയാണെങ്കിലും ഗാലറിയിൽ ഇരുന്ന് കളി കാണാന്ന് പറഞ്ഞാ ഒരു രക്ഷയില്ല. എന്ത് ഫീലാ. ചേട്ടാ, ഞങ്ങള് കളി കാണാൻ വന്നതാ. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? മനസ്സിലായില്ലേ? ഇല്ല. മനസ്സിലായില്ല? ഈ സൈഡ് കണ്ടിട്ട് മനസ്സിലായില്ല? ഈ സൈഡ് അപ്പം അത് തെറ്റിപ്പോയായിരിക്കും. ചിലപ്പോൾ ഈ സൈഡ് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവും. ഈ സൈഡ് കണ്ടിട്ട് മനസ്സിലായില്ലേ? ആ സൈഡിനേക്കാളും വൃത്തിയാണ് ഈ സൈഡ്. ഇപ്പൊ മൊത്തത്തിൽ ഇങ്ങനെ കണ്ടിട്ട് മനസ്സിലായില്ല? ഒന്നും മനസ്സിലായില്ല. ചിലപ്പം ആക്ടിവിറ്റീസ് കാണിച്ചാലേ ചിലപ്പോൾ മനസ്സിലാവുള്ളൂ. അങ്ങനെ കാര്യമുണ്ട്. ഇപ്പൊ മനസ്സിലായ? ഇപ്പൊ മനസ്സിലായി. കുളിച്ചിട്ട് ഒരാഴ്ചയായിരുന്നു. കടിക്കണായിരിക്കും. നല്ല ചൊറിയുണ്ടല്ലേ? ചൊറിയുണ്ടല്ലേ? അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇനി മനസ്സിലായി കാണും. കാലിനെന്തോ കുഴപ്പമുണ്ട് തോന്നുന്നു. ഉണ്ട്. നല്ല പ്രായമായ ആണിയാണിത്. തുരുമ്പിച്ച് കാണും ചേട്ടാ. അത് ചുരണ്ടി പ്രൈമർ അടിച്ചാൽ ചിലപ്പോൾ അത് മാറാത്ത. അല്ല, നിങ്ങൾക്ക് ആക്ഷനിലും ആക്ടിവിറ്റീസിലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഡയലോഗിൽ ചിലപ്പം മനസ്സിലാവാൻ സാധ്യതയുണ്ട്. ഒന്നുകൂടെ പറയട്ടെ. ഡയലോഗ് പറയുന്ന സമയത്ത് അത് മനസ്സിലാവും. അതാദ്യം നമ്മൾ ആർക്കെങ്കിലും വേണോ? ആർക്കെങ്കിലും വേണേ പറ ചേട്ടാ. എനിക്ക് 1 കിലോ വേണം. മാനർജി വിൽക്കാൻ വന്നതല്ലേ? മൈ എനർജി. അപ്പൊ സംഭവം എനിക്ക് ഒരു കാര്യം മനസ്സിലായി. നിങ്ങൾക്ക് സംഭവം മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ നിന്റെ ഈഗോ നിന്നെ ഭരിക്കുന്നു. അപ്പൊ നിന്റെ ഈഗോ കാരണമാണ് നീ എനിക്ക് അത് മനസ്സിലാക്കാൻ സമ്മതിക്കാത്തത്. ഞങ്ങൾക്ക് എന്ത് ഈഗോ? ഞങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ടല്ലേ പറഞ്ഞത്. എടാ 3 കിലോമീറ്റർ ദൂരെ കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ പിള്ളേർ ഇവിടെ എന്ന് പറയും ദേ പോണ് സച്ചി എന്ന്. ഇനി ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. ഞാനാണ് കേരളത്തിന്റെ സച്ചിൻ. ചേട്ടാ അല്ല ഒരു കാര്യം, നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യും. എന്റെ ഗ്ലോബ് കാണാല്ല. യൂട്യൂബിൽ സെർച്ച് ചെയ്യണ്ട, അല്ലെങ്കിൽ തന്നെ ഗ്ലോബ് കാണാം. അതെ ചേട്ടാ, ഗ്ലോബ് അല്ല, വ്ലോഗ് ആണ്.
നമ്മളെ ഇതിപ്പം നമ്മൾ അതിന്റെ പുറകെ പോണതല്ല. എന്തെങ്കിലും ക്രിക്കറ്റിന് എന്തെങ്കിലും ചെറിയ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ അത് നമ്മളടുത്ത് പറയില്ല. എന്താ? ഈ വിക്കിപീഡിയ ഉണ്ടോ? വിക്കിപീഡിയ ഉണ്ട്. അത് പിന്നെ അച്ഛൻ രാവിലെ ഒന്ന് തുറക്കും, ഒരു 5 ചായ പോവും. പിന്നെ എല്ലാവരും ലോക്ക്ഡൌൺ ആയിട്ട് കടം മാറ്റോണ്ടല്ലേ പോകുന്നത്. അപ്പൊ ഞാനും കൂടെ ഇടയ്ക്ക് ചെന്നൊരു 10 മണിക്ക് ശേഷം ചെന്നിരിക്കും. കൂടുതൽ സിഗരറ്റും ബീഡിയും സാനിറ്റൈസറാണ് പോകുന്നത്. വിക്കിപീഡിയയിൽ എങ്ങനെ സാധനങ്ങൾ മനസ്സിലായില്ല? അല്ല, എന്റെ അച്ഛന്റെ മുറുക്കാൻ പീടിയ. ചേട്ടാ വിക്കിപീഡിയ അത് വിക്കിയുടെ പീടിയ ജംഗ്ഷനിലാണ്. എന്റെ മുടുക്കിലാണ് എന്റെ. അല്ല, നമ്മൾ നേരത്തെ അല്ല ചേട്ടാ, ഈ ബാറ്റും കൊണ്ട് എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചതാ. ഞാനാ ഈ ബാറ്റും കൊണ്ട് ഈ ഡ്രസ് മാറ്റി അവിടെ പോകുന്നു. അതെ. ഞാൻ ചൂണ്ടയിടാൻ പോകും. ഈ ഇതിന്റെ സൈഡിൽ ഇങ്ങനെ ചൂണ്ട കൊടുത്തിട്ട് മീൻ പിടിക്കും. എടാ വാവളം തന്നെ. ഇതിനെ കാണുമ്പോ മനസ്സിലായില്ലേ, ഞാൻ സച്ചിൻ ടെണ്ടുൽക്കർ. എന്റെ ദൈവമേ, ഞാൻ ഇത് ആരോടുത്ത് പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ സച്ചിൻ ടെണ്ടുൽക്കർ. എന്നെ APL ലേലം വിളിച്ചേക്കല്ലേ? എന്നാ BP അല്ലേ? എന്നാ പിന്നെ അതിപ്പോ എന്തെങ്കിലുമൊക്കെ ആവും. ഇപ്പൊ IPL അതിപ്പോ വരും. ഇപ്പൊ രാഷ്ട്രീയക്കാർ തന്നെ ഓരോ അക്ഷരങ്ങൾ അയ്യും ഏയും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റും. പിന്നെയാണ് നമ്മള്. അത് മാത്രമല്ല, ഈ ക്രിക്കറ്റിൽ എന്തെങ്കിലും ഒരു ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ എന്റെ അടുത്ത് പറയില്ല. അതും അവരുടെ ഈഗോ. നിങ്ങൾക്കൊരു ഈഗോ ഉണ്ടല്ലോ, അതുപോലെ അത് അവരുടെ ഈഗോ. അല്ല, ഞാൻ ചേട്ടന് എന്ത് കഴിവാണുള്ള ക്രിക്കറ്റ്? ഇവിടെ കേരളത്തിൽ ഇപ്രാവശ്യം എന്നെ അല്ലേ ഇറക്കുന്നത്? എന്നെ ലേലം വിളിച്ചേക്കല്ലേ? അത് ഞങ്ങൾ ചെയ്യാവുന്നതാണ്. അത് ഇറക്കുകയല്ല ചെയ്യാനുള്ളത്. ഇതൊരു ചാക്കിൽ കെട്ടിക്കൊണ്ട് കളയണം കേരളം. അതാണ് ജനങ്ങൾ ചെയ്യേണ്ടത്. ഇല്ല, ഇതെന്ന് പറയാ, ഞാൻ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നേക്കുന്നത് കൊണ്ട് എന്നെ ഈ ജൂനിയർ സച്ചിൻ എന്ന എന്നെ നിങ്ങൾ ഇൻസൾട്ട് ചെയ്യുന്നത്. അല്ല ചേട്ടാ, ഞാൻ ചോദിക്കട്ടെ, ചേട്ടൻ പരസ്യത്തിലൊക്കെ അഭിനയിക്കാറുണ്ടോ? ഞാനോ? ഇല്ല. ഇല്ല. ചേട്ടാ, വലിയ വലിയ നടന്മാരും ക്രിക്കറ്റ് പ്ലേയേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ടേ. അഭിനയിക്കാറില്ല? ഇല്ല, അവര് അഭിനയിച്ചിട്ട്, പക്ഷെ ഞാൻ പോകാറില്ല. ചേട്ടാ, ഇപ്പൊ ടെക്സ്റ്റൈൽസിന്റെ ജ്വല്ലറിയുടെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കോടികളാ കിട്ടുക. നിങ്ങൾ ഈ പറഞ്ഞ ടെക്സ്റ്റൈൽസിന്റെയും പിന്നെ ജുവലറി അതിന്റെ ഇതിനൊക്കെ കോടികൾ കിട്ടിയിരുന്നാലും, പക്ഷെ എനിക്ക് 200 രൂപയാണ് കിട്ടുന്നത്. 200 രൂപയോ? 200 രൂപ. ചുമ്മാ. അത് ചേട്ടൻ ചോദിക്കാത്തോണ്ട്. എടാ, 160 രൂപയാണ് എനിക്ക് തന്നോണ്ടിരുന്നത്. ഇപ്പൊ പറഞ്ഞാണ് 200 രൂപ ആക്കിയത്. ടെക്സ്റ്റൈൽസിന്റെ ജ്വല്ലറിയുടെ 200 രൂപ കിട്ടാറുണ്ടോ? ഒന്ന് പോ ചേട്ടാ. ഇവിടെ അവരടിച്ചു തരുന്ന പരസ്യം ഞാൻ കൊണ്ടുവന്ന് വിതരണം ചെയ്തിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് 10-200 രൂപ കിട്ടും. ഒരു കാലി ചായം കിട്ടും. ഞാൻ ചോദിക്കുന്നത്, ഈ സിനിമാ താരങ്ങൾക്കൊക്കെ ഇത് എങ്ങനെ മുതലാവണമെന്നാണ് ഞാൻ കോച്ചുണ്ടോ? കോച്ച് ഞങ്ങള് 4 കൂട്ടുകാരന്മാരുണ്ട്. ഞങ്ങള് പിരിവിട്ടൊരു ജവാൻ മാറ്റായിരിക്കും. റബ്ബർ തോട്ടത്തിൽ നിന്ന് അടിക്കും, പുളിഞ്ചിക്ക് നക്കി അടിച്ചങ്ങ് പോകും. നമ്മളെ കോച്ചൊന്നും വാങ്ങിയുള്ള പൈസ നമ്മളെ ഇല്ല. കോച്ചല്ല, കോച്ചുണ്ടോ? കോച്ച് ഇങ്ങനെ അടിക്കുന്ന സമയത്താണ് കൂടുതൽ എനിക്ക് ഈ സൈഡിൽ കോച്ച്. അപ്പൊ ഫുൾ സ്റ്റൈലുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ തടവി റെഡിയാക്കും. ചേട്ടന്റെ വീട്ടില് അച്ഛൻ ക്രിക്കറ്റ് അറിയാം? ക്രിക്കറ്റാണ്. കൊള്ളാം. അച്ഛന് ക്രിക്കറ്റ് അറിയാമോന്നു? അച്ഛൻ ക്രിക്കറ്റിന്റെ പകുതിയാണ്. എല്ലാരും ഫുള്ളാണ്, പക്ഷെ അച്ഛൻ ക്രിക്കറ്റിന്റെ പകുതിയാണ്. മനസ്സിലായില്ല. ക്രിക്കറ്റിന്റെ പകുതി എന്ന് പറയുമ്പോൾ പിന്നെ ക്രിക്കറ്റിന്റെ പകുതി എന്ന് പറയുമ്പോൾ കിറുക്കാണല്ലോ. അപ്പൊ അച്ഛന് കിറുക്കാണ്, പക്ഷെ ബാക്കി ഇറ്റ ഞാനാണ്. ഞങ്ങള് 10 മക്കളാണ്. അപ്പൊ ഈ 10 മക്കൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ക്രിക്കറ്റിൽ കമ്പമുണ്ട്. അപ്പൊ ഞങ്ങൾ എന്തെന്നറിയാമോ, ഒരു ടീം അങ്ങ് വെക്കാന്ന് വിചാരിച്ചു. ക്രിക്കറ്റില് 11 പേരില്ലേ ചേട്ടാ? നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തിയതല്ല. അപ്പൊ അച്ഛനെ തന്നെ കീപ്പറാക്കും. ഫുൾ ഫാമിലി ഒന്ന്. അതില്ല, ചില സമയത്ത് ബോൾ അടിക്കാൻ കിടക്കാക്കി വന്നിരുന്നാലും ഞാൻ ഇങ്ങനെ മാറിക്കൊടുക്കും. അച്ഛൻ കിടന്ന് ഓടണം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതലും കീപ്പറായിരുന്നു. പിന്നീട് ഞാൻ ബാറ്റിങ്ങിലോട്ട് മാറിയത്. അപ്പൊ കീപ്പർ ആവേണ്ട എനിക്ക് കാരണമുണ്ട്. കാരണം പറഞ്ഞാൽ അച്ഛനാണ് പ്രചോദനം, ഒരു റോൾ മോഡൽ. അതെന്ന് പറഞ്ഞാൽ നിസ്സാരമാണ്. കാരണം പറഞ്ഞാൽ എല്ലാവരും ഈ കീപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും പഠിക്കാൻ പോകും. ഞാൻ വീട്ടിൽ നിന്ന് പഠിക്കാം. അപ്പൊ അച്ഛൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് സ്മോക്കറാണ്. പറഞ്ഞത് എപ്പോഴും ഇങ്ങനെ ബീഡി വലിക്കുന്നത്. എപ്പോഴും ഇങ്ങനെ ബീഡി ഇങ്ങനെ വലിച്ചു മിനിറ്റ് ബീഡി ഇങ്ങനെ വലിച്ച ചുണ്ടൊക്കെ കാണുന്ന അയ്യോ ഞാറപ്പഴം പോലെ ഇരിക്കും. ഇങ്ങനെ വലിച്ച് ഇങ്ങനെ കളയും. അപ്പൊ എന്തറിയാ, ഈ വീട്ടിനകത്ത് ജനലിൽ നിന്നിട്ടാണ് ഇങ്ങനെ വലിച്ചിങ്ങനെ കളയുന്നത്. അപ്പൊ അച്ഛൻ വലിച്ചു കളയുന്ന ബീഡിയുടെ തുണ്ടി എടുത്ത് എനിക്കും ചെറിയൊരു വലിയൊക്കെ ഉണ്ട്. പക്ഷെ ചേട്ടന്റെ ചുണ്ട് കണ്ടാ പറയില്ല. അച്ഛന്റെ ചുണ്ട് എന്റെ ചുണ്ട് ഫോട്ടോ ഷർട്ട് എടുത്ത് വെച്ചോല്ലേ മാറിപ്പോവും. പുറത്തിറങ്ങി നടക്കുമ്പോൾ ആൾക്കാർ നിന്റെ അച്ഛന്റെ ചുണ്ട്. അങ്ങനെ എന്നറിയാ, ഈ ബീഡി ഇങ്ങനെ വലിച്ചു കളയുന്ന സമയത്തുണ്ട് ഞാൻ ഈ ബീഡി ഇങ്ങനെ ചാടി ഇങ്ങനെ പിടിക്കുന്നത്. പിന്നെ അടുത്ത് പറഞ്ഞ ബീഡി തുണ്ട് ചില സമയത്ത് അതിസാഹസ്യമായി അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്തും വള്ളി വരെ വലിച്ചു കളയുന്ന ബീഡി വെള്ളത്തിൽ വീഴാതിരിക്കാൻ വേണ്ടി ചാടി ഇങ്ങനെ പിടിക്കണം. അതാണ് ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ എണീക്കും. കാരണം എന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് കിട്ടൂല. അതുകൊണ്ട് അങ്ങനെയാണ് എനിക്ക് കീപ്പർ എന്നുള്ള ഒരു പ്രചോദനം എനിക്ക് എന്റെ അച്ഛൻ്റെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എല്ലാവർക്കും പേടിയാണ്. അപ്പൊ എന്റെ വകയിലൊരു മാമൻ വരും. കോസിന് ചോറടിക്കാൻ പറഞ്ഞതാണ് മാമൻ. അപ്പൊ മാമന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മാമ ചില സമയത്ത് ഞാൻ 6 അടിക്കും എന്ന് പറഞ്ഞിട്ട് മാമനെ നമ്മളെ പറമ്പിന്റെ ദൂരെ കൊണ്ടാക്കി നിർത്തും. 1 മാസം കൊണ്ട് മാമ ഇപ്പോഴും അങ്ങനെ നിൽക്കണം. എന്റെ ബോൾ വരും. ഇടയ്ക്കിടെ ഞാൻ അതിലൊന്നും പോകുന്ന സമയത്ത് എടാ
നിന്റെ ബോൾ കണ്ടില്ല എന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു വരും. അല്ല ഓസിന് ചാപ്പാടടിക്കാൻ പറ്റില്ല, അവിടെ തന്നെ നിൽക്കട്ടെ. അത് കേട്ടോ, കേട്ടോ. ചേട്ടാ എവിടെ? വീട്ടിലെല്ലാവരും ക്രിക്കറ്റാണ്. എല്ലാരും ക്രിക്കറ്റാണ്. പക്ഷേ മൂത്ത ചേട്ടന് പിന്നെ പുള്ളിക്ക് ചെസ്സിലോട്ടാണ് കമ്പം. ഓ ചെസ്. എന്റെ ദൈവമേ, പുള്ളി കളിക്കുന്ന കളി സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ചേട്ടൻ പറഞ്ഞാൽ ഇതുവരെയുള്ള നിക്കറും ഒരു ഇതുപോലത്തെ ഒരു ഉടുപ്പ് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഓടി വന്ന് ഒരാടി കൊണ്ട് അടിച്ചതിന് ശേഷം അവിടെ നിന്ന് ഒരാള് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ അടിച്ച് ഒരറ്റ വിടക്കൊണ്ട് ചെസ്സിന് ചെസ്സിന് ചേട്ടാ അത് ഫുട്ബോളാണ് കേട്ടാ. നിങ്ങൾ പറഞ്ഞ ബോൾ വെച്ചിട്ട് ഇങ്ങനെ അടിക്കണത്. അങ്ങനെ ആക്കിയ പിന്നെ ഇതാണ് പറഞ്ഞത്. ഈ സ്പോർട്സിൽ എന്തെങ്കിലും ഒരു സാധനത്തിന്റെ വ്യത്യാസം പറ്റി എന്നെ അറിയിക്കില്ല. അത് അവരുടെ ശീലമാണ്. അത് ഞാൻ ആരെന്തെങ്കിലും കേട്ടറിയണം. ചേട്ടാ ഈ ക്രിക്കറ്റിലേക്ക് തിരിഞ്ഞത് എപ്പോഴാണ്? സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നപ്പോ ഇങ്ങനെ വിവരമുള്ള ഒരു ചോദ്യം ചോദിക്കാൻ ആരും ഇല്ല എന്ന് ഞാൻ അങ്ങനെ നോക്കിയിരിക്കുന്നു. മനോഹരമായിട്ടുള്ള ചോദ്യം. താങ്ക് യു. ഞാൻ ക്രിക്കറ്റിലേക്ക് തിരിഞ്ഞ ഞാൻ ആർക്കും കൊടുക്കാത്ത ഒരു ഇന്റർവ്യൂ ആണ് കേട്ടോ. ഞാൻ ക്രിക്കറ്റിലേക്ക് തിരിഞ്ഞത് ഒരു ദിവസം ഞാൻ ഇങ്ങനെ പാല് വാങ്ങിക്കാൻ വേണ്ടി ഇങ്ങനെ നടന്നു പോവുകയാണ്. ഇങ്ങനെ അപ്പൊ നോക്കിയപ്പോ വലത് സൈഡിൽ ക്രിക്കറ്റ് കിടക്കുന്നു. അപ്പൊ ഞാൻ അങ്ങോട്ട് ഇങ്ങനെ തിരിഞ്ഞു. അങ്ങനെയാണ് ഞാൻ ക്രിക്കറ്റിലേക്ക് ഞാൻ തിരിയുന്നത്. ഇത് ഞാൻ ഒരു ചാനലിലും ഞാൻ കൊടുത്തിട്ടില്ല. അയ്യോ, ഒരു ചാനൽ 24 എന്നെ വിളിച്ച് ഇത് പറയാൻ വേണ്ടി ഇന്റർവ്യൂ ഞാൻ കൊടുത്തിട്ടില്ല. എന്റെ ഭാഗ്യമാണെന്ന് മനസ്സിലാക്കി. ചേട്ടാ എന്റെ കിറ്റൊക്കെ ഉണ്ടോ? കിറ്റ് പിന്നെ എന്റെ അമ്മയ്ക്ക് കിറ്റ് കിട്ടി, അപ്പച്ചന് കിറ്റ് കിട്ടി, എനിക്ക് കിറ്റ് കിട്ടി, എല്ലാവർക്കും കിറ്റ് കിട്ടി. ക്രിക്കറ്റ് കിറ്റ് അല്ല, ഓണ കിറ്റ്. പക്ഷെ അതിൽ തന്ന കടല ഉപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാ കാഞ്ഞിലം പോലെ കഴിക്കുന്നു. ചേട്ടാ ടെസ്റ്റിന് പോയിട്ടുണ്ടോ? പിന്നെ കഴിഞ്ഞ ആഴ്ച ടെസ്റ്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയോ? ആ ലാബില് എന്ത് ടെസ്റ്റ്? കോവിഡ് ടെസ്റ്റ്. എന്നിട്ട് റിസൾട്ട് എന്തായിരുന്നു? എന്നെ പോലെ തന്നെ എന്താ നെഗറ്റീവ്. ചേട്ടാ ഇങ്ങോട്ട്. നിങ്ങൾ ഇത്രയും നേരത്തെ ഈ സംഭവം കണ്ടിട്ട് സത്യം ഞാൻ ഒരു കാര്യം വേണ്ട, നിങ്ങൾക്ക് ക്രിക്കറ്റിന്റെ ABCD നിങ്ങൾക്ക് അറിയത്തില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നിങ്ങളെ ഈഗോ ഭരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇതെല്ലാം സംഭവം മനസ്സിലാക്കിയിട്ട് അവസാനം പിന്നെ നിങ്ങൾ ഇത് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയരുത്. നമുക്ക് ചോദിക്കാൻ ചേട്ടാ, ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ പോകുമ്പോ ഫാൻസ് ഒക്കെ വന്നിട്ട് ഒരു ഒപ്പിട്ട് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഓട്ടോഗ്രാഫ് ചോദിക്കാറുണ്ടോ? സത്യസന്ധമായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾ ചിലപ്പോ അത് വിശ്വസിക്കില്ല. എന്താ പറയൂ. എന്റെ മകളുടെ പ്രോഗ്രസ് കാർഡിൽ ഒപ്പിട്ടേക്കുന്നത് സച്ചിന. എന്റെ ദൈവമേ ഈശ്വരാ, കള്ളം. അത് പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സച്ചിൻ സാർ വന്ന സമയത്ത് എല്ലാവരും കൂടെ വരെയാണ് ഒപ്പിടാൻ വേണ്ടി. ഫോട്ടോഗ്രാഫിന് എല്ലാവരും കൂടെ വരെയാണ് സമയത്ത്. അപ്പൊ ഓരോരുത്തർ ഇങ്ങനെ ഡയറി എടുത്ത് കാണിക്കുന്നു, ബുക്ക് എടുത്ത് കാണിക്കുന്നു, പേപ്പർ എടുത്ത് കാണിക്കുന്നു. എനിക്ക് കാണിക്കാനൊന്നുമില്ല. അപ്പൊ ഞാൻ എന്തറിയാ, മോളെ പ്രോഗ്രസ് കാർഡ് ഇരിക്കല്ലേ, ഞാൻ സൈഡ് വരെ ഇങ്ങനെ എടുത്ത് കാണിച്ചു കൊടുത്തു. ഈ സച്ചിൻ സാർ അങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ഇംഗ്ലീഷും പറഞ്ഞുകൊണ്ടാണ് ഈ പ്രോഗ്രസ് കാർഡിൽ ഒപ്പിട്ട്. ഇപ്പൊ എന്റെ മോള് പഠിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പാൾ വിചാരിക്കുന്നത് സച്ചിനാണ് എന്റെ കൊച്ചിന്റെ അച്ഛനല്ല. ചില സമയത്തൊക്കെ ഞാൻ സ്കൂളിൽ പോകും. സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് എവള് ഒരു സെപ്പറേറ്റ് ഒരു സ്ഥലത്ത് കൊണ്ടിരുത്തിയിട്ട് പാല് കൊടുക്കണതാ, കുളിപ്പിക്കണതാ എന്ന് വേണ്ട. അവൾക്ക് അവിടെ രാജകീയ കല. ഞാൻ പിന്നെ അങ്ങനെ ഇരുന്നോട്ടെന്ന് വിചാരിച്ചു. കെട്ടിക്കാൻ സമയത്ത് മാത്രം എനിക്ക് തന്നാ മതി, അവര് വളർത്തണം. ചേട്ടാ അങ്ങോട്ട് തിരിഞ്ഞാണ് നോക്കട്ടെ. എന്തോന്ന് എഴുതി വെച്ചേക്കുന്ന ബാക്കില് തങ്കച്ചൻ ടെണ്ടുൽക്കർ എന്നാണ് ഞങ്ങൾ വായിച്ചത്. ഈ പേരും ഞങ്ങൾ തമ്മിലുള്ള രൂപവും മാറിപ്പോവും. ഇനി വല്ല പുള്ളി വല്ല ഇവിടെ കുത്തണം, അല്ലേ നടക്കുള്ളൂ. He is an amazing cricketer. Down on the back side. ബോൾ പറക്കാൻ നിന്നോ, മണിയുടെ ജംഗ്ഷനിലേക്ക് പോയി നിന്നോ. നിങ്ങൾ ഒരു മാച്ച് പോലും കളിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം. ഒറ്റ മാച്ച് പോലും. ഇയാള് ശരിയല്ല കേട്ടോ. ഇയാൾക്കെന്ന് പറഞ്ഞാൽ ഇയാളെ പരിക്കുന്ന ഇയാള് ഈഗോ വർത്താനം പറയണം. അല്ലെങ്കിൽ ഞാൻ ഇത്രയും സെറ്റപ്പ് ആയിട്ട് ഇവിടെ വന്നിട്ട് ഞാനൊരു മാച്ചിൽ എന്നെ കേരളം എന്നെ ദത്തെടുത്തേക്കുന്നു, എന്നെ ലേലം വിളിച്ചെടുത്തേക്കുന്നു. ഇയാള് പറഞ്ഞ എനിക്ക് മാച്ച് അറിയില്ലെന്ന് പറഞ്ഞാൽ ഇയാളെ ഇൻസൾട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് മാച്ച് എവിടെ? കല്ലൂർ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലായിരുന്നു. കണ്ണൂർ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാ? ഓ അടിപൊളി. പക്ഷേ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. യഥാർത്ഥത്തിൽ കല്ലൂർ ആദ്യം ക്രിക്കറ്റ് സ്റ്റേഡിയം അല്ലായിരുന്നു. പിന്നെ കല്ലൂർ ആദ്യം ടെന്നീസ് ആയിരുന്നു. ടെന്നീസോ? കേട്ടില്ലേ? കല്ലൂർ ടെന്നീസ്. എഴുത്തുകാരനല്ലേ? ഇതാണ് പറയുന്നത്. നമ്മൾ ഇവരൊക്കെ എന്തെങ്കിലും ഒരു ഇതിനൊക്കെ ഒരു ക്രിക്കറ്റിലൊക്കെ ഒരു മാറ്റം വരുത്തി നമ്മളടുത്ത് പറയാൻ തന്നതാണ്. ഞാൻ എങ്ങനെ ഒരാളെ പേര് മാറ്റം നിങ്ങളെ പറയേണ്ട കാര്യത്താണ്. ആ കളി സമയത്ത് ഞാൻ BMW ആയി. എന്താണ് BMW കളിയില്? ഞാൻ ഇങ്ങനെ അടിച്ച സമയത്ത് ഞാൻ BMW ആയി. LBW. ഈ പന്ത് വന്നിങ്ങനെ ഇവിടെ കാലിങ്ങനെ അടിച്ചിട്ട് LBW അത് ഞാൻ ഇതൊക്കെയാണ്. ആ ധോനിയൊക്കെ ഒരു വാക്ക് വിളിച്ച് പറയില്ല. എന്നെ എല്ലാ പ്രാവശ്യം വിളിക്കാൻ ധോനിയൊക്കെ വിളിച്ചിട്ട് ഇതുപോലെ തങ്കച്ചാട എങ്ങനെയാണ് എന്നൊക്കെ വിളിച്ചൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അതിനകത്ത് വലിയ വിഷയം വരില്ലായിരുന്നു അതിനെ പറ്റി. ചേട്ടാ വിക്കറ്റ് എടുത്തിട്ടുണ്ടോ? ആര്? ഞാനാ? എന്റെ അമ്മയാണ്. ഞാൻ മിച്ചറുണ്ടെങ്കിൽ ഒരല്പം കഴിക്കാം, അല്ലാതെ ഞാൻ ഒരിക്കലും ഞാൻ ബിസ്ക്കറ്റ് ഞാൻ അങ്ങനെ എടുക്കില്ല. പിന്നെ ഉപ്പ് ബിസ്ക്കറ്റ് ആണെങ്കിൽ ഞാൻ എടുത്തോണ്ട് ഓടും, അല്ലാതെ ഞാൻ ഇങ്ങനെ കൂടുതൽ തിന്ന പല്ലിലൊട്ടും. പിന്നെ നാരങ്ങ നീര് കഴിക്കുമ്പോ അത് കിളവി അങ്ങ് പോകും. അല്ലാതെ ഇന്നവരെ ഞാൻ ആരെയും ബിസ്ക്കറ്റ് എടുത്തോണ്ട് ഓടിയിട്ടില്ലേ? അയ്യോ, ഞാൻ ദൈവത്തിന് നിരക്കാത്ത ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ആരെയും ബിസ്ക്കറ്റ് ഞാൻ എടുത്തിട്ടില്ല. ചേട്ടാ അങ്ങോട്ട് തിരിഞ്ഞാണ് നോക്കട്ടെ. അങ്ങോട്ട് തിരിഞ്ഞാണ്. ഏതാണ്? അങ്ങോട്ട്. എന്തോന്ന് എഴുതി വെച്ചേക്കുന്ന ബാക്കില്? ഏതാണ്?
ബാക്കിൽ തങ്കച്ചൻ. അയ്യോ ഞങ്ങൾ വിചാരിച്ച തെണ്ടുൽക്കർ എന്നാണ് കേട്ടത്. ഏ? തെണ്ടുൽക്കർ എന്നാണ് ഞങ്ങൾ വായിച്ചത്. അതാണ് ഈ പേരും ഞങ്ങൾ തമ്മിലുള്ള രൂപവും മാറിപ്പോവും. ഇതാണ് എനിക്ക് എന്താ ഏറ്റവും വലിയ ശാപം. കാരണം പറഞ്ഞാലേ ഇപ്പൊ നിങ്ങൾക്ക് പേര് മാറിയില്ലേ, അതുപോലെ തന്നെയാണ് ഈ സച്ചിനെ എന്നെ കണ്ടാ മാറിപ്പോകും. ഞാൻ എന്ത് ചെയ്യും? ഇനി വല്ല പുള്ളി വല്ല ഇവിടെ കുത്തണം, അല്ലേ നടക്കുള്ളൂ. ഞങ്ങൾക്ക് സത്യം പറഞ്ഞ ഒരു കളി അറിയത്തില്ല, ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കളിയുടെ ABCD അറിയണമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഒരു കാര്യം ചെയ്യുന്ന പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ബോൾ എടുത്തറി. പിന്നെ വേറൊരു കാര്യമുണ്ട്, എന്റെ ബാറ്റ് ഞാനൊന്ന് മാറ്റും. കാരണം പറഞ്ഞാലേ കളി നടക്കുന്ന സമയത്ത് ഈ പരസ്യക്കാരന്റെ ബാറ്റില് അവരുടെ ബ്രാൻഡ് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ബാറ്റ് ഞാൻ കൊണ്ടുവന്ന് ഇത് കാണിക്കാം. അല്ലാതെ എനിക്ക് കളിക്കാനുള്ള അനുവാദമില്ല. ആ ബ്രാൻഡ് എനിക്ക് അങ്ങനെ വേറെ ബാറ്റ് വെച്ച് കളിക്കാനുള്ള അനുവാദം തന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്ന വേറെ ബാറ്റ് ഉണ്ട്, അതെടുത്ത് ഞാൻ കാണിക്കാൻ പോയി. ഇനി ഇത് സംഭവം കാണിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ, ആ ബ്രാൻഡ് കമ്പനിക്കാര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്റെ അടുത്ത് പുറകെ നടന്ന് കാണിച്ചത്. ശാന്ത ചേച്ചിയുടെ വീട്ടിലെ ഊണ് സൂപ്പർ ഊണാണ്, അടിപൊളി ഊണാണ്. മീൻ പൊരിച്ചൊക്കെ കാണണം. അതിന്റെ പുറത്തൂടെ മറ്റേ ഫ്രൈ ചെയ്ത മറ്റേ ഉണക്കയും കൂടെ. ഇതാണ് പരസ്യം. ഏതാണ്? മൂലക്കുരു ഓപ്പറേഷൻ കൂടാതെ സുഖപ്പെടുത്തുന്നു. അല്ല, ഇതിന് ഞാൻ കാശ് മേടിച്ചില്ല. കാരണം എന്റെ ഓപ്പറേഷൻ അവർ ഫ്രീ ആയിട്ട് ചെയ്തു തരാം. കളിക്കാം. ആർക്കാരെ വിളിച്ച് ശരിയാക്കണേ ഇത്? ഇത് സംഭവം ഗ്രീസ് അല്ല, ക്രീസ്. ഏതാണ്? ചേട്ടാ മഞ്ഞ വരയില്ല, അതാണ് അങ്ങനെ കൊണ്ട ക്രിക്കറ്റില് എന്ത് ചെയ്യുമെന്ന് പറ. നിന്റെ അതെ, നീ ഇത്രയും കാര്യം ചോദിച്ചാൽ നിന്റെ അഹങ്കാരം ഞാൻ ഇപ്പൊ തീർത്തേരാം. ഹലോ ഇവിടെ പുറത്ത് സ്റ്റെമ്പിന്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. അത് നീ എറിഞ്ഞാ ഞാൻ ഇങ്ങനെ അടിച്ചോളാം. എടാ കോഴി അടിച്ച് കളയുമ്പോൾ ഞാൻ ഇങ്ങനെ അടിക്കാം. ചേട്ടാ ഇതാണ് ക്രീസ്. ഈ ബാറ്റും കൊണ്ട് ഇവിടെ നിൽക്കണം. ഇതിനകത്താണ് ചേട്ടാ നിൽക്കേണ്ട. നീ പറയുന്ന സ്ഥലത്ത് നിൽക്കാൻ ഞാൻ നിന്റെ വരുതിയില്ല. നീ അങ്ങോട്ടോ ഇവിടെ ഒന്ന് എറിയടേ. ഇത്ര കളിയിലെ ഫേമസ് ആയിട്ടുള്ള ഞാൻ പുള്ളി പറയണ സ്ഥലത്ത് നിൽക്കണം എന്ന് പറഞ്ഞാൽ നീ അവിടെ നിന്ന് എറിയടേ. ചേട്ടാ പിച്ച് ഇതല്ലേ, ഇവിടെ അല്ലേ എറിയേണ്ടത്? പിന്നെ എവിടെ നിങ്ങൾ എറി. അത്തറിന്റെ ബോളൊക്കെ ഉണ്ടല്ലോ, ഒറ്റ അടി അടിച്ച് ഞാൻ ഫോർട്ട് കൊച്ചിയിൽ വിട്ടിട്ടുണ്ട്. പിന്നെ കയറിയുന്ന ഒരു അത്തറില്ലേ, തലമുടിയൊക്കെ വളർത്തിയ ആ അത്തറിന്റെ ബോള. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. തിരിച്ചു പിടിക്കുക ചേട്ടാ, തിരിച്ച്. മൂലക്കുരു അല്ല, അങ്ങനെയല്ല, കൈ പിടിക്കണം അവിടെ. അങ്ങനെ ബോള് നമ്മൾ കണ്ടതാ. ഇതിലപ്പുറം ചേട്ടാ എന്താ ചേട്ടാ? 6 സിസ്റ്റം കാലം കൂടെ 6.5. ഇതെന്ത് സംഭവം? ഇത് 6. ഇതിലപ്പുറം നീ എറിയടേ അങ്ങോട്ട്. നീ എറിയടേ. പിന്നെ ബോള് പറക്കാൻ നിന്നോ, മണിയുടെ ജംഗ്ഷനിലേക്ക് പോയി നിന്നോ. ഇപ്പൊ ഞാൻ തീർത്തുതരാം. ഔട്ടായി. ഏതാണ്? ഇതിൽ കൊണ്ട് ഔട്ടാണ്. ചുമ്മാ അയച്ചാൻ കുച്ച ഒന്നും വിളിക്കാനുള്ള. സ്റ്റംപ് വീണു, അപ്പൊ പിന്നെ ഔട്ടാ. ചേട്ടാ നിങ്ങൾ സത്യത്തിൽ ബോൾ കാണുന്നുണ്ടോ? നിങ്ങൾ ബോൾ കാണുന്നുണ്ടോ സത്യത്തിൽ? പിന്നെ ഇത്ര ഞാൻ അടിച്ചു ഓരോ 6 വിട്ട പിന്നെ ഞാൻ ബോൾ കാണാതെ നീ എന്താണേ പറയുന്നത്? ചേട്ടാ നിങ്ങൾ ഒരു ബോൾ പോലും നിങ്ങൾ അടിച്ചിട്ടില്ല സത്യം. എന്റെ ദൈവമേ, എനിക്ക് സോറി കേട്ടാ. ഓരോ ബോൾ ചിലപ്പോൾ ബോൾ പൊട്ടിക്കാണും, ചിലപ്പോൾ റബ്ബർ തോട്ടത്തിൽ കാണും. ആരും ക്ഷമിക്കണം കേട്ടോ, ഞാൻ പിന്നീട് ബോൾ എടുത്തു തരാം. ഇത് റെഡ് ബോളാണ്. ഏതാണ്? ഈ റെഡ് ബോൾ കണ്ണാടി വെച്ചാൽ കാണാൻ പറ്റത്തില്ല. ചേട്ടാ ലോകത്ത് ആരെങ്കിലും കൂളിംഗ് ഗ്ലാസ് വെച്ച് ക്രിക്കറ്റ് കളിക്കാൻ കണ്ടിട്ടുണ്ടോ? നീ കണ്ടിട്ടില്ല? അത് ഫീൽഡിംഗ് ബോളിംഗ് ചെയ്യുമ്പോൾ വെക്കും, അല്ലാതെ ബാറ്റ് ചെയ്യുമ്പോൾ വെക്കത്തില്ല. നീ പോടെ ഇവിടുന്ന് കൂളി ഗ്ലാസ് വെക്കുന്നതിന് കുഴപ്പമൊന്നും. കണ്ണാടി 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 വെക്കരുത്. 6 മണിക്ക് ശേഷം കണ്ണാടി വെച്ചില്ലെങ്കിൽ ശരിയാവില്ല. അനിയത്തി എന്റെ കണ്ണാടി ഞാനല്ല കണ്ണാടി എടുത്ത എന്റെ കണ്ണാടി ഈ കണ്ണാടി വെച്ചില്ലെങ്കിൽ 6 മണിക്ക് ശേഷം എനിക്ക് കണ്ണ് കണ്ടുവിടുന്നത്. അളിയ ആ കണ്ണാടി നേരാൻ പറയണേ. ആരെങ്കിലും എന്റെ കണ്ണാടി നേരാൻ പറയണേ. ഇത് ചുമ്മാ ആവശ്യമല്ല, കളിക്കരുത്. എന്റെ കയ്യിരുന്ന ബാറ്റ് എവിടെ? പിന്നെ എന്റെ എവിടെ അളിയ കണ്ണാടി നേരാൻ പറയണേ. ചുമ്മാ അല്ല, എന്താണ് സംഭവം? കണ്ണാടി വെച്ചു കൊടുത്താണ് നോട്ട്. കണ്ണാടി ആവശ്യമല്ല. കണ്ണാടി ഇപ്പഴ ഇപ്പൊ കറക്റ്റായി. ചുമ്മാ ഒരാളുടെ മുഖത്ത് വെച്ച് കണ്ണാടി നിന്റെ എടുക്കണത് ചുമ്മാ ആവശ്യമല്ലേ. അപ്പൊ കണ്ണാടി എടുത്താൽ കണ്ണിട്ടൂടല്ലേ? ആർക്ക്? മല കണ്ണാണല്ലേ? 6 മണിക്ക് ശേഷം ഈ കണ്ണ് വെച്ചിട്ട് നിങ്ങൾ IPL എന്തിനാണ് വിളിച്ചത്? ഞാനാ ബൗളറാ. ബൗളറായിട്ട് കാരണ നിൽക്കുന്നത് കീപ്പറാ. ഒരു ക്രിക്കറ്റിൽ കീപ്പറായിട്ട് നിന്നിട്ട് എന്ത് വില?
ഫിൽഡർ ആയിട്ടാണ്. എടാ അതുക്ക് മേലടാ ഇത്. അതൊക്കെ വെച്ചാൽ അമ്പയർ. അമ്പയർക്ക് എന്ത് വില ഇരിക്കുന്നത്? 3 കമ്പിന്റെ ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ കാണിക്കണം അമ്പയർ. അപ്പൊ തേർഡ് അമ്പയർ. അതല്ലടാ അതുക്ക് മേലടാ. കമന്ററി. കമന്ററി ഒന്നും അല്ലത്. ഇത് ക്രിക്കറ്റിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവം. അതായത് ഞാനില്ലെങ്കിൽ ക്രിക്കറ്റിന്റെ ആ ഭാഗം ഇല്ലെന്നാണ്. ഒരു പക്ഷേ ക്രിക്കറ്റ് മുടങ്ങി കഴിഞ്ഞാൽ ഞാൻ ഒന്നും അല്ല സുഹൃത്തെ. പിന്നെ അത് ക്രിട്ടിക്കൽ സ്റ്റേജുകളിൽ ഞാൻ അങ്ങ് ഇറങ്ങും. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കളി അങ്ങ് സ്മൂത്തായിട്ട് നടക്കും. അങ്ങനെയാണ് ഒരു പിടിയോ എല്ലാം മനസ്സിലായില്ല ചേട്ടൻ. മനസ്സിലായില്ല. കേട്ടറിവില്ല. അതായത് റെയിൻ കേട്ടോ, റെയിൻ മഴ 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 ആ മഴ പെയ്യുന്ന സമയത്തെ കളി മുടങ്ങുമല്ലോ. അപ്പൊ ഗ്രൗണ്ട് നനയായിരിക്കാൻ വേണ്ടി 2-3 പേര് വന്നിറങ്ങി ടാർപ്പ് എടുത്തിട്ട് ഇങ്ങനെ ഓടുന്നുണ്ട്. ഇങ്ങനെ ഇങ്ങനെ ഓടുന്നുണ്ട്. അതിന്റെ നടുക്ക് അണുകൊണ്ടുപോലെ ഓടിപ്പോന്ന ഞാനാ. പിച്ച് നനയാതെ അതാണ് എന്റെ മെയിൻ പരിപാടി. ചേട്ടാ ഭയങ്കര മഴ കേട്ടോ. നല്ല മഴയുണ്ട്. നല്ല മഴയുണ്ട്. നല്ല മഴയുണ്ട്. അയ്യോ നല്ല മഴയുണ്ട്. എടാ കല്ലൂർ സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് ഞാൻ ചെന്നിട്ടേ നടക്കുള്ളൂ. മഴ വെച്ച് കഴിഞ്ഞാൽ ടാർപ്പ് എടുത്ത് വെക്കണം. അപ്പോഴേ അപ്പൊ ഒരു കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. എന്റെ ക്രിക്കറ്റിന്റെ പ്രകടനം കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ എല്ലാവരും ക്രിക്കറ്റ് കാണാമെന്നുള്ള കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. മെയിനായിട്ട് എന്ന് പറഞ്ഞ ഈ പഞ്ചായത്തിൽ പറഞ്ഞ കേക്കില്ല കേട്ടോ. അതാണ് ഏറ്റവും എത്ര പ്രാവശ്യം ഞങ്ങൾ അപേക്ഷ കൊടുത്തെന്നറിയാം. എന്തിനാ ഈ സ്റ്റേഡിയത്തിന്റെ മണ്ടയിൽ ഓല ഇട്ടിരുന്നെങ്കിൽ എനിക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഞാൻ ചെന്ന് ടാർപ്പ് എടുത്തിട്ട് കൊടുക്കട്ടെ. ഇന്നത്തെ സമയം ഇവിടെ തീരാണ്. അതായത് നമ്മുടെ എപ്പിസോഡിന്റെ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ we are saying bye from Star Magic co-powered by Eastern, Yamaha, Ulsav, Bonanza and Oreo. Good night.